നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ മോഹൻകുമാർ. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണങ്ങൾ പതിവായ ചിന്നക്കനാൽ മേഖലയിൽ സുരക്ഷ ശക്തമാക്കാൻ പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയമിച്ച് വനംവകുപ്പ് ഉത്തരവ്. കമ്പംമെട്ട് മലയോര പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ. ഗതാഗത നിരോധനം തുടരുന്നു. നൂറോളം കുടുംബങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഭീതി പടർത്തി എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന വിധം അടർന്നു മാറിയ കൂറ്റൻ പാറ. അപകടാവസ്ഥ ബോധ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാലവർഷം ശക്തമായതോടെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയിൽ. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലെയും ലയങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണങ്ങൾ പതിവായ ചിന്നക്കനാൽ മേഖലയിൽ സുരക്ഷ ശക്തമാക്കാൻ പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയമിച്ച് വനംവകുപ്പ് ഉത്തരവിറക്കി. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിലുള്ള സൂര്യനെല്ലി ആസ്ഥാനമാക്കിയായിരിക്കും ഈ പ്രത്യേക സംഘം പ്രവർത്തിക്കുക. ഇതേസമയം ചിന്നക്കനാലിലെ കാട്ടാനകൾ ആക്രമണം തുടരുന്നതിനു പിന്നിൽ ആനത്താരകൾ അടഞ്ഞതാണെന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടും പുറത്തുവന്നു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ രൂപീകരിച്ച സ്വതന്ത്ര RRT ടീമിലെ ഹൈറേഞ്ച് സർക്കിളിൽ നിന്നുള്ള 11 പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വന്യജീവി ശല്യം രൂക്ഷമായ ചിന്നക്കനാൽ മേഖലയിൽ 1 മാസം മുമ്പ് കാട്ടാനയാക്രമണത്തിൽ മാരി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം അടിയന്തരമായി രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി. അതേസമയം കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിൽ നേരിട്ട് സന്ദർശനം നടത്തിയ വനംവകുപ്പ് മന്ത്രി അടിയന്തര റിപ്പോർട്ട് നൽകുവാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത് ആനത്താരകൾ അടഞ്ഞതാണ് കാട്ടാനകൾ മേഖലയിൽ തന്നെ ചുറ്റിത്തിരിയുവാനുള്ള കാരണമെന്നാണ്. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ചിന്നക്കനാലിൽ പോയി 14-18 ആനയോ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. റവന്യൂ ഭൂമിയിലാണ് കിടക്കുന്നത്. കാരണം ആനയിറങ്ങൽ എന്ന് പറയുന്ന ഡാമിൻ്റെ അവിടാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ കോളനി തുടങ്ങിയത്. എന്നാലും വേറെ ആനത്താരകളുണ്ടായിരുന്നു. അവിടെയാണ് സ്റ്റെർലിങ്ങിൻ്റെയും മഹീന്ദ്രയുടെയും റിസോർട്ടുകൾ വന്നിരിക്കുന്നത്. ഈ ആനത്താരയിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അന്നൊന്നും അതിനാവശ്യമുള്ള സീരിയസ്നെസ്സോടുകൂടി നമ്മൾ സമീപിച്ചില്ല. അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ അതിൻ്റെ ഹാബിറ്റാറ്റ് ഡിസ്റ്റർബ് ചെയ്യുന്ന അനുസരിച്ച് അത് പുറത്തേക്ക് വരുന്നു. അത് ഫലത്തിൽ കർഷകന് ബുദ്ധിമുട്ടായി വരും. സ്വതന്ത്ര റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നാട്ടുകാരും നോക്കിക്കാണുന്നത്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കമ്പംമെട്ട് മലയോര പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ. ഗതാഗത നിരോധനം തുടരുന്നു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലെ പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് വഴിയുള്ള യാത്രക്കാരുടെ കാത്തിരിപ്പ് നീളുന്നു. പാതയിലെ അറ്റകുറ്റപ്പണികളും നിർമ്മാണവും നിലവിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ നിശ്ചയിച്ചതിലും വൈകി ഈ മാസം 18-ന് മാത്രമേ നിർമ്മാണം പൂർത്തിയാക്കി പാത ഗതാഗതത്തിനായി തുറന്നു നൽകുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തി കെട്ടുന്ന ജോലികളുമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. നിലവിൽ 18-ാം വളവിന് സമീപം വൻതോതിൽ തകർന്ന ഭാഗത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാലാണ് പാതയിൽ പൂർണ്ണ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജോലികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ മാസം 18-ന് ശേഷമേ നിർമ്മാണം പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. കമ്പംമെട്ട് ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് പോകേണ്ട വാഹനങ്ങൾ നിലവിൽ കുമളി ഹിൽ റോഡ് വഴി തിരിഞ്ഞാണ് യാത്ര ചെയ്യുന്നത്. കേരളത്തിലെ നെടുങ്കണ്ടം, കട്ടപ്പന തുടങ്ങിയ ഹൈറേഞ്ചിലെ മേഖലകളിലെ ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുവാനായി തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെയാണ് ഈ നിയന്ത്രണം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത്. ദിവസേന 1000-ലധികം ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. നിലവിലെ യാത്രാക്ലേശം പരിഗണിച്ച് പ്രഖ്യാപിച്ചതുപോലെ ഈ മാസം 18-നകം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് കേരളത്തിലെ തോട്ടം ഉടമകളും തമിഴ്നാട്ടിലെ പൊതുജനങ്ങളും ഒരുപോലെ ആവശ്യമുന്നയിക്കുകയാണ്. സിറ്റി വിഷൻ, കമ്പംമെട്ട്. 100ഓളം
കുടുംബങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഭീതി പടർത്തി എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന വിധം അടർന്നു മാറിയ കൂറ്റൻ പാറ. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് പൊന്നാമലയിലാണ് പാറ അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് അപകടാവസ്ഥ ബോധ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസമാണ് കൂറ്റൻപാറ അടർന്നു മാറിയത്. പ്രദേശത്തെ മരക്കുറ്റിയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് നിലവിൽ പാറയുള്ളത്. പാറ സ്ഥിതി ചെയ്യുന്നത് താഴ്ഭാഗത്തായി കാര്യത്തോട് വരെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നും പാറ തെന്നി നീങ്ങിയാൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക. അപകടാവസ്ഥ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് തെക്കൽ വില്ലേജ് ഓഫീസിലും തഹസിൽദാരെയും വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. വലിയ അപകടാവസ്ഥയിലാണ് പാറ നിലകൊള്ളുന്നതെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി മടങ്ങുകയും ചെയ്തു. ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരെ സ്ഥലത്തെത്തിച്ച് പാറ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊള്ളാമെന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ജനപ്രതിനിധികൾ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുവാൻ തഹസിൽദാർ തയ്യാറാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് പൊന്നാമലയ്ക്ക് സമീപമായിട്ട് ഒരു വലിയ പാറ അടർന്ന് മാറിയിരിക്കുന്ന ഒരു അപകടാവസ്ഥയിലാണിപ്പോൾ ഉള്ളത്. ആ പാറ ഇരിക്കുന്നത് വലിയ വലുതാണ്. ഒരു ചെറിയൊരു കുറ്റിയേൽ തടഞ്ഞാണ് ഇപ്പോൾ അതിരിക്കുന്നത്. അത് പോയാൽ താഴെ കാര്യത്തോട് ഭാഗത്തേക്കാണ് അപകടം ഉണ്ടാകുക. അത് ഭയങ്കര അപകടമായിരിക്കും. അവിടെ താഴെ വീടുകളുണ്ട്. പാറ പോകുന്നത് ഏത് ദിശയിലാണെന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം ഭീകരാവസ്ഥയിലാണ് ഈ പാറ ഇപ്പോൾ ഇരിക്കുന്നത്. അത് അടിയന്തരമായി അത് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി തഹസിൽദാരെയും വില്ലേജിലും അറിയിച്ചു. അവരൊന്ന് നോക്കിയെങ്കിലും 2 ദിവസമായിട്ടും മറ്റു നടപടികളിലൊന്നും ആകുന്നില്ല. അടിയന്തര നടപടികൾക്ക് സുരക്ഷ ഒരുക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കാലവർഷം ശക്തമായതോടെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളി കുടുംബങ്ങളുടെ നെഞ്ചിൽ തീയാണ്. മേൽക്കൂര ദ്രവിച്ചും ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലെയും ലയങ്ങളുടെ സ്ഥിതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉപ്പുതറ ലോണ്ടറി എസ്റ്റേറ്റിലെ 23 ഡിവിഷനിൽ ലയത്തിന്റെ മേൽക്കൂരയുടെ കഴിക്കോൽ ഒടിഞ്ഞ ഓട് നിലം പൊത്തി. ഭാഗ്യം കൊണ്ടാണ് താമസക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. 2000-ൽ തോട്ടം പൂട്ടിയതോടെ സംയുക്ത തൊഴിലാളി യൂണിയൻ വീതിച്ചു നൽകിയ പ്ലോട്ടിലെ കൊളുന്തുനുള്ളി വിൽപ്പന നടത്തിയാണ് തൊഴിലാളികൾ ഉപജീവനം നടത്തുന്നത്. മാറി താമസിക്കുവാനോ മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനോ ഇവർക്ക് മാർഗമില്ല. പീരുമേട് ടീ കമ്പനിയിലെ ചീന്തലാർ ലോണ്ടറി, MMJ പ്ലാന്റേഷന്റെ ബോണാമി, കോട്ടമല എന്നീ തോട്ടങ്ങളാണ് 4 നൂറ്റാണ്ടായി പൂട്ടിക്കിടക്കുന്നത്. വളരെ ദുരിതം പിടിച്ച ജീവിതമാണ്. ദുരിതം പിടിച്ചെന്ന് പറഞ്ഞാൽ തേയിലക്കാടെല്ലാം ഉപേക്ഷിച്ച് ഏലക്കാട്ടിലും മറ്റോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഫാക്ടറിയും പൊളിച്ചു. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ നരകതുല്യമായിട്ടുള്ള ജീവിതം തന്നെ. വിദ്യാഭ്യാസത്തിനും അതിനെല്ലാം വളരെ പാടായിട്ടിരിക്കുകയാണ്. അത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും മറ്റുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം എന്തെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ 4 ഇടങ്ങളിലുമായി 2200ഓളം സ്ഥിരം തൊഴിലാളി കുടുംബങ്ങളുണ്ട്. ലയങ്ങളുടെ നവീകരണത്തിന് 2 ബഡ്ജറ്റുകളിലായി 20 കോടി രൂപ മുൻ സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെ അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ 33.7 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എസ്റ്റിമേറ്റ് എടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടും ലയങ്ങൾ നവീകരിക്കുവാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സിറ്റി വിഷൻ, പീരുമേട്. രാജക്കാടിന്റെ നിശബ്ദ നൊമ്പരം. തെരുവിലുറങ്ങിയ ശശിയുടെ തുണിസഞ്ചിയിലെ ലക്ഷങ്ങൾ ഒടുവിൽ സഹോദരങ്ങൾക്ക് കൈമാറി. നന്മയുടെ സാക്ഷ്യമായി രാജക്കാട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും വ്യാപാരി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ശശിയുടെ സഹോദരങ്ങൾക്ക് ഈ തുക കൈമാറിയത്. വലിയൊരു നന്മയുടെയും ഒപ്പം നോവിക്കുന്ന ഓർമ്മകളുടെയും സാക്ഷ്യപത്രമാവുകയാണ് ഈ കൈമാറ്റം. രാജാക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട നിശബ്ദ സാന്നിധ്യമായിരുന്ന പുത്തുശ്ശേരി ശശിയുടെ മരണാനന്തരം തുണിസഞ്ചിയിൽ നിന്ന് കണ്ടെത്തിയ സമ്പാദ്യം ഒടുവിൽ അദ്ദേഹത്തിന്റെ നിയമപരമായ അവകാശികളായ സഹോദരങ്ങൾക്ക് കൈമാറി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും വ്യാപാരി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് തുക ഔദ്യോഗികമായി കൈമാറിയത്. ശശിയുടെ മരണശേഷം അദ്ദേഹം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്ന് കണ്ടെത്തിയ 1,15,751 രൂപയാണ് സഹോദരങ്ങൾക്ക് കൈമാറിയത്. ശശിക്ക് 2 സഹോദരിമാരും 1 സഹോദരനുമാണുള്ളത്. പഞ്ചായത്ത് അധികൃതരും വ്യാപാരികളും ചേർന്ന് കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തിയ തുക 3 പേർക്കുമായി തുല്യമായി വീതിക്കുകയായിരുന്നു. ഒരാൾക്ക് 38,700 രൂപ വീതം 3 പേർക്കുമായി തുക പൂർണ്ണമായും കൈമാറി.
വർഷങ്ങളായി രാജാക്കാട് ടൗണിൽ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒരു നിഴൽ പോലെ ജീവിച്ച മനുഷ്യനായിരുന്നു ശശി. സ്വന്തമായി വീടോ കുടുംബമോ ഇല്ലായിരുന്ന ഇദ്ദേഹം കടത്തിണ്ണയിലായിരുന്നു അന്തി ഉറങ്ങിയിരുന്നത്. നാട്ടിൽ എവിടെ മരണം നടന്നാലും അവിടെ നിശബ്ദ സാന്നിധ്യമായി ശശി എത്തുമായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ശശിയുടെ അന്ത്യം. ആരും അവകാശവാദം ഉന്നയിക്കാനില്ലാതിരുന്നതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പൊതുശ്മശാനത്തിൽ സംസ്കാരം നടത്തിയത്. കഠിനാധ്വാനത്തിലൂടെയും മറ്റുള്ളവർ നൽകിയ സംഭാവനകളിലൂടെയും മാറ്റിവെച്ച സമ്പാദ്യം ഒടുവിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിലേക്ക് തന്നെ സുരക്ഷിതമായി എത്തിച്ചേർന്നു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു തുക കൈമാറിയത്. കാര്യങ്ങൾ പറയാനില്ല. ശശിയുടെ ധനസഹായത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശശിയെ ഞങ്ങൾ ഈ രാജാക്കാട് ഏറ്റെടുത്തപ്പോൾ രാജാക്കാട് പട്ടണത്തിലെ രാജാക്കാട് നിവാസികൾ എല്ലാവർക്കും ശശിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഏതായാലും ആ വേർപാട് എന്നും ഓർമ്മത്തക്ക രീതിയിൽ തൻ്റെ സഹോദരങ്ങൾക്കും അത് വിനിയോഗിക്കാൻ ഞാനായിട്ട് മറ്റൊരാൾക്കും ഒരു ദൂഷ്യം ചെയ്തിട്ടില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. പാവം വർഷങ്ങളായി നമുക്കറിയില്ല മേടിച്ച പൈസ സ്വരുക്കൂട്ടി വെച്ച് അത് കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലത്തേക്ക് തന്നെ എത്തിക്കാൻ ശശിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ ശശിയുടെ ആത്മാവ് ഇത് കണ്ട് തൻ്റെ സഹോദരങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോഴും ശശിക്ക് ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ള സംശയമൊന്നും വേണ്ട. ശശിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് രാജാക്കാട് ഈ നന്മയുടെ കൈമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചത്. തന്റെ ജീവിതകാലത്ത് ആരോടും ഒന്നും ചോദിച്ചു വാങ്ങാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തെരുവിന്റെ തിണ്ണയിൽ ഒതുങ്ങിക്കൂടിയ ഒരു മനുഷ്യൻ നിശബ്ദമായി ചേർത്ത് വെച്ച സമ്പാദ്യമാണിത്. മരണത്തിലും ആ സമ്പാദ്യം സുരക്ഷിതമായി അവകാശികളിൽ എത്തിച്ചേരുമ്പോൾ രാജാക്കാട് ടൗൺ വീണ്ടും തെളിയിക്കുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ നന്മയും കാരുണ്യവുമാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും
വീണ്ടും വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി എക്സൈസ് വിമുക്തി മിഷൻ ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചു. കട്ടപ്പന മുനിസിപ്പൽ ഹാളിൽ നടന്ന പരിപാടി റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. ലഹരിക്ക് അടിമകളാകുന്നത് യുവാക്കളും കുട്ടികളുമാണെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്ന് MLA പറഞ്ഞു. ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുണ്ടാകണം. അത് വരും തലമുറയോട് നാം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെന്നും റോയ് കെ പൗലോസ് ഓർമ്മിപ്പിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പല രീതിയിലുള്ള ചെറിയ ചെറിയ സംഗതികളായിരിക്കും. ആദ്യം നിരോധിക്കപ്പെട്ടിട്ടുള്ള പുകയില ഉൽപ്പന്നങ്ങൾ എന്നായിരിക്കും ആദ്യം. അതിനൊക്കെ നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ചെന്ന് പിടിക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലർ അവർക്കും മക്കളൊക്കെ ഉള്ളവരാണ്. ഈ സ്കൂളിൽ ചേർന്ന് ഈ കടയൊക്കെ നടത്തുന്ന ആളുകൾക്കും കുട്ടികൾ കാണും, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ കാണും. പക്ഷെ അവരത് ചിന്തിക്കുന്നില്ല. ഇത് കൊടുക്കുന്നത് കൊണ്ട് ഇത് കഴിക്കുന്ന കുട്ടികൾക്ക് പ്രയാസമുണ്ടെന്ന് ആ കച്ചവടക്കാരൻ ചിന്തിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്ന അവന് കിട്ടുന്ന പൈസയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ബേബി കുര്യൻ, ഗവൺമെന്റ് ട്രൈബൽ HHS പ്രിൻസിപ്പൽ മിനി ഐസക്ക, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രദീപ് കുമാർ, തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജ് അധ്യാപകർ ജോസഫ് സിറിയക്ക, ഇടുക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാർ BR, കട്ടപ്പന എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അതുൽ ലോനൻ, വിമുക്തി ജില്ലാ മാനേജർ ഹരികുമാർ PS തുടങ്ങിയവർ സംസാരിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇടുക്കി സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ ഡെനിസൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തങ്കമണി റേഞ്ചിലെ പ്രിവന്റീവ് ഓഫീസർ ബിനു ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗവൺമെന്റ് ട്രൈബൽ HSS വിദ്യാർത്ഥികൾ, അധ്യാപകർ, തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വിമുക്തി മിഷനും തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയും ചേർന്ന് നടത്തിയ ജില്ലാതല പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു. സിറ്റി വിഷൻ കട്ടപ്പന. പൊതുസമൂഹത്തെ ആകെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥി സമൂഹം രംഗത്ത്. മുരിക്കൻതൊട്ടി മാർ മാത്യൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരെ സന്ദേശവുമായി രംഗത്തെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും സംയുക്തമായി നടത്തിയ റാലിയും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. പൂപ്പാറയിലും കുരുവിള സിറ്റിയിലുമാണ് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. ലഹരിയുടെ കരിനിഴലിൽ നിന്നും നാടിനെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മുരിക്കൻതൊട്ടി മാർ മാത്യൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒറ്റ മനസ്സോടെ തെരുവിലിറങ്ങി. പൊതുസമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന സന്ദേശമുയർത്തിയാണ് വിദ്യാലയത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയ ആകർഷകമായ പ്ലക്കാർഡുകൾ എന്തിയാണ് കുട്ടികൾ റാലിയിൽ അണിനിരുന്നത്. പൂപ്പാറ, കുരുള സിറ്റി തുടങ്ങിയ പ്രധാന ടൗണുകളിലൂടെ കടന്നുപോയ റാലി ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമായി മാറി. റാലിക്ക് പിന്നാലെ വിവിധ ടൗണുകളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. വിവിധ ടൗണുകളിൽ നടന്ന യോഗങ്ങളിൽ ജനപ്രതിനിധികളും അധ്യാപകരും വ്യാപാരി പ്രതിനിധികളും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകി സംസാരിച്ചു. തുടർന്ന് ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ലെന്നും ലഹരിക്കെതിരെ എപ്പോഴും പോരാടുമെന്നുമുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വിദ്യാർത്ഥികൾ എടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് നെടുങ്കണ്ടം മേഖലയിൽ സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുന്നതിനാണ് പര്യടനം നടത്തിയത്. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഉടുമ്പൻചോല മണ്ഡലം ഇടതുപാളയത്തിൽ നിന്നും UDF തിരിച്ചുപിടിച്ചത്. സംസ്ഥാനത്തുടനീളം UDF മികച്ച നേട്ടം കൈവരിച്ചപ്പോൾ ഉടുമ്പൻചോലയിലെ വോട്ടർമാരും UDF-നൊപ്പം നിന്നു. മുന്നണിക്ക് നൽകിയ മിന്നും വിജയത്തിന് നന്ദി അറിയിക്കുന്നതിനാണ് MLA സേനാപതി വേണു മണ്ഡലത്തിൽ ഓരോ മേഖലയിലും പര്യടനം നടത്തിയത്. നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം, വണ്ടൻമേട, ഇരട്ടിയാർ പഞ്ചായത്തുകളിൽ 3 ദിവസങ്ങളിലായിട്ടാണ് പര്യടനം നടത്തിയത്. സ്വീകരണ യോഗങ്ങളിൽ നന്ദിയർപ്പിച്ച MLA സംസാരിച്ചു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ വികസനമാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഒന്നാമതായി നമുക്ക് ഈ ജില്ലയും ഈ നിയോജക മണ്ഡലവും അഭിമുഖീകരിക്കുന്ന
ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. 6 മാസത്തെ സമയമാണ് വി ഡി സതീശൻ അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ഭൂപ്രശ്നങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിക്കുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം നൽകിയത്. നമുക്കറിയാം, നെടുങ്കണ്ടം പട്ടണം പാമ്പാടുംപാറയുടെയും നെടുങ്കണ്ടത്തിന്റെയും അതിർത്തിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് നെടുങ്കണ്ടമാണ്. ആ നെടുങ്കണ്ടത്തിന്റെ വികസനം, ഒരു പ്രധാന പട്ടണം വികസിക്കുമ്പോൾ അതിനോട് ചുറ്റും നിൽക്കുന്ന ഒരു ഗ്രഹത്തോട് ചേർന്ന് ഉപഗ്രഹം എന്ന് പറയുന്നത് പോലെ ബാക്കി പ്രദേശങ്ങളെ വികസിക്കുന്നു. അപ്പൊ നെടുങ്കണ്ടം സമ്പൂർണമായ ഒരു വികസനത്തിലേക്ക് എത്തുമ്പോഴാണ് ബാക്കി പ്രദേശങ്ങളും അതിനോട് ചേർന്ന് ചെറുപട്ടണങ്ങളായി മാറുന്നത്. വിവിധ യോഗങ്ങളിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, ബെന്നി തുണ്ടത്തിൽ, CS യശോധരൻ, G മുരളീധരൻ, മിനി ടോമി, റൂബി ജോസഫ്, VC അനിൽ, ടോമി തോട്ടുപുറം, ടോമി കരിയിലക്കുളം, ഷൈജ സണ്ണി, ആരിഫ ഇവ്, മിനി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. കോട്ടയം തോപ്രാംകുടി റൂട്ടിൽ പുതിയതായി സർവീസ് ആരംഭിച്ച KSRTC ബസ്സിന് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തോപ്രാംകുടിയിൽ നടത്തിയ സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കൂടുതൽ മേഖലകളിലേക്ക് KSRTC ബസ് സർവീസുകൾ വ്യാപിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് പുതിയ സർവീസ് ആരംഭിച്ചത്. കോട്ടയത്ത് നിന്നും രാവിലെ 6-ന് പുറപ്പെട്ട പാല, തൊടുപുഴ, ചെറുതോണി, ഉപ്പുതോട് വഴി 10:45-ന് തോപ്രാംകുടിയിൽ എത്തിച്ചേരുകയും തിരികെ ഉച്ചകഴിഞ്ഞ് 1:30-ന് തോപ്രാംകുടിയിൽ നിന്നും ഇതേ റൂട്ടിൽ 5:30-ന് കോട്ടയത്ത് എത്തിച്ചേരുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. UDF വാത്തുകുടി മണ്ഡലം ചെയർമാൻ സാജു കാരക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ സന്തോഷമുള്ള ഒരു ദിവസം. പുതിയ KSRTC കോട്ടയത്ത് നിന്നും നമുക്ക് ചെറുതോണി വഴി മുരിക്കാശ്ശേരി കൂടി തോപ്രാംകുടിയിൽ എത്തിച്ചേരുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രയോജനകരമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം, നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച വനിതകൾക്ക് പ്രിയദർശിനി KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ച് അത് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഏറെ പ്രയോജനകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ KSRTC ഈ നിലവിൽ കോട്ടയത്ത് നിന്ന് തോപ്രാംകുടിയിലേക്ക് ഈ പുതിയ സർവീസ് നമുക്ക് അനുവദിക്കപ്പെട്ടപ്പോൾ ഈ മേഖലയിലുള്ള ഈ റൂട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ ഇതിന്റെ പ്രവർത്തനം മുൻപോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. റജിമോൾ റജി, ഐപ്പ് അറുകാക്കൽ, ബേബി മറ്റപ്പള്ളി, ബേബി വയലിൽ, സാബു പള്ളിത്താഴെ, റോബിൻ കളപ്പുര തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. വാളാർഡി എസ്റ്റേറ്റ് ലയത്തിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. വാളാർഡി എസ്റ്റേറ്റിന്റെ ലയത്തിന് സമീപം വളർന്നു നിന്ന കഞ്ചാവ് ചെടി പോലീസ് സംഘം പിഴുതെടുത്തു. പ്രദേശത്ത് വ്യത്യസ്തമായ ഒരു ചെടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുൻ പഞ്ചായത്ത് മെമ്പർ K മാരിയപ്പൻ അതിന്റെ ചിത്രം ഗൂഗിളിൽ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് ചെടിയാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് അദ്ദേഹം ഉടൻ തന്നെ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ഇൻസ്പെക്ടർ ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏകദേശം 70 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് ഇവിടെ വളർന്നു നിന്നിരുന്നത്. പോലീസ് ഇത് വേരോടെ പിഴുതെടുത്തു. പ്രദേശത്ത് ഇനിയും ഇത്തരം കഞ്ചാവ് ചെടികൾ വളരുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് സംഘം ലയത്തിന് സമീപമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും വിശദമായ പരിശോധന നടത്തി. പൂപ്പാറ ലയൺസ് ക്ലബിന്റെ പുതിയ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ചികിത്സാ സഹായവും കൈമാറി. പൂപ്പാറ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സെക്കൻഡ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ജോസ് മംഗിലി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് തങ്കച്ചൻ ജോസഫ്, സെക്രട്ടറി റെജി പുല്ലാട്ട്, ട്രഷറർ D പാണ്ഡ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയും ചുമതലയേറ്റു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും ചികിത്സാ സഹായ വിതരണവും നടന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് നിർവഹിച്ചു. മുൻ പ്രസിഡന്റ് KB അനിൽകുമാർ, മുൻ സെക്രട്ടറി ഷിബു തോമസ്, മുൻ ട്രഷറർ ഓം പ്രകാശ്, മുൻ ഭാരവാഹികൾ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു.
ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷൈനു സുകേഷ്, റീജിയൻ ചെയർമാൻ ബേസിൽ ടി വർഗീസ, സോൺ ചെയർപേഴ്സൺ ഷാജി മാത്യു, ബേബി പുൽപ്പറമ്പിൽ, ബേസിൽ ടി ജേക്കബ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് പുതിയ ഭാരവാഹികളും വ്യക്തമാക്കി. സിറ്റി വിഷൻ, പൂപ്പാറ. സൂര്യനെല്ലി ലയൺസ് ക്ലബിന്റെ പുതിയ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സൂര്യനെല്ലി ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി പ്രിൻസിപ്പൽ ഓഫീസേഴ്സ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക, അതായത് PST സെമിനാർ. അതിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആഗോളതല സംഘടനയായ ലയൺസ് ഇന്റർനാഷണൽ ഫോക്കസ് ചെയ്യുന്ന 9 ഗ്ലോബൽ കോഴ്സസുകളുണ്ട്. ഒരു കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ 9 ഗ്ലോബൽ കോഴ്സസ്. ഹങ്കർ, ചൈൽഡ്ഹുഡ് ക്യാൻസർ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ എഫേർട്ട്, ഡയബറ്റീസ് തുടങ്ങിയ കുറെ മേഖലകൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് 9 മേഖലകൾ നമ്മുടെ കയ്യിലുണ്ട്. പ്രസിഡന്റ് MS സാബു, സെക്രട്ടറി S മനോജ, ട്രഷറർ ആന്റണി വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയും ചുമതലയേറ്റു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ സെക്രട്ടറി വർഗീസ് ജോസഫ് നിർവഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ സാബു ചടങ്ങിൽ ആദരിച്ചു. MS സന്തോഷ് കുമാർ, P പ്രവീൺകുമാർ, BR രാജേഷ്, VS പൊന്നാനി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,275 രൂപ, പവന് 1,06,200 രൂപ, വെള്ളി ഗ്രാമിന് 245 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണങ്ങൾ പതിവായ ചിന്നക്കനാൽ മേഖലയിൽ സുരക്ഷ ശക്തമാക്കാൻ പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയമിച്ച് വനംവകുപ്പ് ഉത്തരവ്. കമ്പംമെട്ട് മലയോര പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ, ഗതാഗത നിരോധനം തുടരുന്നു. നൂറോളം കുടുംബങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഭീതി പടർത്തി എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന വിധം അടർന്നു മാറിയ കൂറ്റൻ പാറ. അപകടാവസ്ഥ ബോധ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാലവർഷം ശക്തമായതോടെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയിൽ. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലെയും ലയങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.